ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു റവ ബൺദോശൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കപ്പ് റവ, 3/4 കപ്പ് തൈര്, പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ബാറ്റർ റെഡിയാക്കാം. ഒരു വലിയ ബൗളിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. അതിലേക്ക് ആദ്യം 1/2 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സായി വരുമ്പം ബാക്കിയുള്ള 1/4 കപ്പ് കൂടെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുഴുവൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്, അത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. റവൻ്റെ ഓരോ ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനുള്ള കട്ടിയിലാണ് നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കും വേണം. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർക്കുക. ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. മിക്സിയിൽ ഇട്ടതിന് ശേഷം പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു, വീഡിയോ മിസ്സായതാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ട് അടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റി ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, പകുതി സവാളയാണ് എടുത്തത്. ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് പൊട്ടുകടലയും എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അതൊന്ന് പൊട്ടി വരണം. നന്നായിട്ട് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു കുഴഞ്ഞ പരുവത്തിനായി കിട്ടണം. ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും ഈ മാവ് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബൺദോശയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ്. ബാറ്ററിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് പച്ചമണക്ക് മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപോലെ ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ചൊരളവൊന്നുമില്ല. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബൺദോശയാണ്.
മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചട്നി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇതേ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുഴിയുള്ള ഒരു ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുക. നോൺ സ്റ്റിക്കിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഏത് ചട്ടിയിലായാലും കുഴപ്പമില്ല. ഞാൻ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 തവി മാവാണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് സമയമൊക്കെ മതിയാവും. അപ്പോൾ തന്നെ കുക്കായിട്ടുണ്ടാവും. നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും. ഒന്ന് തിരിച്ചിട്ട് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബൺദോശ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനൊരു ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് പൊട്ടുകടല, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ചട്നിയാണ്. ലൂസുള്ള ചട്നിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. ചട്നി പരിപ്പ് ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ചട്നി ആയിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, എന്നാലേ പരിപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അരയുണ്ടെങ്കിൽ കുറച്ച് അരച്ചിട്ടും നമുക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. അടിപൊളി ബൺദോശയും ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബൺദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.